ഗുഡ് മോർണിംഗ്. ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തിൽ തന്നെ രാഷ്ട്രപതിയെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രപതിയുടെ നിയമനം, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി എത്ര വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി, യോഗ്യത, ഇംപീച്ച്മെന്റ് നടപടി, അങ്ങനെ രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഇന്നത്തെ ക്ലാസ്സിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രാഷ്ട്രപതിയുടെ ചുമതലകളാണ്. ഒരുപാട് പറയാനുണ്ട്. രാഷ്ട്രപതിയുടെ ചുമതലകളാണെങ്കിലും അധികാരങ്ങളാണെങ്കിലും ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് രാഷ്ട്രപതി ആരെയൊക്കെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. രാഷ്ട്രപതിക്ക് ചില പദവികളിലുള്ളവരെ നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അതായത് പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ഗവർണർ, സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസന്മാർ, ജഡ്ജിമാർ, അതുപോലെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, UPSC ചെയർമാൻ, മറ്റ് അംഗങ്ങൾ, അതുപോലെ CAG, അറ്റോർണി ജനറൽ, കര, നാവിക, വ്യോമ സംയുക്ത സേനാ മേധാവികൾ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ, അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാർ, ഹൈക്കമ്മീഷണർമാർ, ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ തുടങ്ങിയവരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ ആരൊക്കെയാണ് ഒന്നുകൂടി പറയാം. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ഗവർണർമാർ, സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ, ജഡ്ജിമാർ, കേന്ദ്ര ധനകാര്യ കമ്മീഷണർ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, UPSC ചെയർമാനും മറ്റംഗങ്ങളും, CAG, അറ്റോർണി ജനറൽ, കര, നാവിക, വ്യോമ സംയുക്ത സേനാ മേധാവികൾ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ, വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാർ, ഹൈക്കമ്മീഷണർമാർ, ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ തുടങ്ങിയവരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇത് നമ്മൾ സുപ്രീം കോടതിയെ പറ്റി പഠിച്ചപ്പോൾ, സുപ്രീം കോടതി, ഹൈക്കോടതിയെ പറ്റി പഠിച്ചപ്പോൾ സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അവര് സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുന്നിലാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ രാഷ്ട്രപതി നിയമിക്കുന്നവരാണ് ഇത്രയും അംഗങ്ങൾ. ഇനി രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ കഴിവുള്ളവർ ആരൊക്കെയാണ്? ഗവർണറെ നീക്കം ചെയ്യാം. അതുപോലെ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതിക്ക് ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ നീക്കം ചെയ്യാം. പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകണമെങ്കിലും രാഷ്ട്രപതിയാണ് അവസാനം അത് ഒപ്പുവെച്ചാണ് അംഗീകരിക്കുന്നത്. അപ്പൊ ഗവർണർമാർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, UPSC ചെയർമാൻ, മറ്റംഗങ്ങൾ, അതുപോലെ സംസ്ഥാന PSC ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും, അറ്റോർണി ജനറൽ, അതുപോലെ CAG, കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ചെയർമാൻ, മറ്റംഗങ്ങൾ, അതുപോലെ കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ചെയർമാൻ, മറ്റ് അംഗങ്ങൾ, ഇവരെയൊക്കെ നീക്കം ചെയ്യാനുള്ള അധികാരവും ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് ഉള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഗവർണർമാർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, UPSC ചെയർമാനും മറ്റംഗങ്ങളെയും, സംസ്ഥാന PSC ചെയർമാൻ, അവിടെയുള്ള അംഗങ്ങൾ, അറ്റോർണി ജനറൽ, CAG, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും, അതുപോലെ കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അതുപോലെ മറ്റ് അംഗങ്ങളെ തുടങ്ങിയവരെ നീക്കം ചെയ്യാനുള്ള അവകാശവും ആർക്കുണ്ട്? രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളാണ്. അപ്പൊ രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ പല ഉന്നത പദവികളിലേക്കും വ്യക്തികളെ നിയമിക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രപതിയുടെ അധികാരം വെച്ചാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന ആൾക്കാരെ നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് അധികാരത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഗവൺമെന്റിലെ പല ഉന്നത പദവിയിലുള്ള വ്യക്തികളെയും നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ആ അധികാരം അറിയപ്പെടുന്നത് എക്സിക്യൂട്ടീവ് പവർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അധികാരം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുകയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് മറ്റ് മന്ത്രിമാരെ നിയമിക്കുകയും ചെയ്യുന്നത്. അപ്പൊ രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. പ്രധാനമന്ത്രി മറ്റ് മന്ത്രിമാരെ ഉപദേശപ്രകാരം മറ്റു മന്ത്രിമാരെയും കൂടി നിയമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് പവർ, ഇത്തരത്തിൽ നിയമനം നടത്താനുള്ള രാഷ്ട്രപതിയുടെ പവറിനെയാണ് എക്സിക്യൂട്ടീവ് അധികാരം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് പവർ ആർക്കുണ്ട്? ഈ പറയുന്ന രാഷ്ട്രപതിക്കുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ലെജിസ്ലേറ്റീവ് അധികാരം നമുക്ക് നോക്കാം.
അതായത് ലെജിസ്ലേറ്റീവ് അധികാരം എന്ന് പറയുമ്പോൾ തന്നെ പാർലമെന്റിനെ നമുക്ക് ഓർക്കണം. അപ്പൊ പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നതും സമ്മേളനം നിർത്തിവെക്കാനും അതുപോലെ ലോക്സഭ സമ്മേളനങ്ങൾ പിരിച്ചുവിടാനും അതുപോലെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടാനും ഒക്കെ അധികാരം ആർക്കുണ്ട്? ഈ പറയുന്ന രാഷ്ട്രപതിക്കുണ്ട്. ഇതെല്ലാം രാഷ്ട്രപതിയുടെ ലെജിസ്ലേറ്റീവ് അധികാരത്തിൽ വരുന്നതാണ്. പാർലമെന്റിന്റെ ഇരുസഭകളെയും വിളിച്ചു കൂട്ടാൻ, സംയുക്തമായിട്ട് വിളിച്ചുകൂട്ടാൻ, സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടാൻ, അതുപോലെ തന്നെ ഈ സമ്മേളനങ്ങൾ നിർത്തിവെക്കാനും ലോക്സഭയെ പിരിച്ചുവിടാനും ഒക്കെയുള്ള അധികാരം ആർക്കുണ്ട്? ഈ പറയുന്ന രാഷ്ട്രപതിക്കുണ്ട്. ഇതെല്ലാം രാഷ്ട്രപതിയുടെ ലെജിസ്ലേറ്റീവ് പവറിലാണ് വരുന്നത്. അതുപോലെ തന്നെ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ബില്ലിന്മേൽ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രമേ ആ ബില്ല് എന്തായിട്ട് മാറത്തുള്ളൂ? ആ നിയമമായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ ഒരു ബില്ല് നമ്മൾ ബില്ല് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് നിയമനിർമ്മാണ വിഭാഗം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് ക്ലാസ് കാണുക. അപ്പോൾ ബില്ലുകൾ ലോക്സഭ രാജ്യസഭ അംഗീകരിച്ച് അത് പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമേ അതൊരു ആക്ട് ആയിട്ട് മാറുള്ളൂ, അതൊരു നിയമമായിട്ട് മാറത്തുള്ളൂ. അപ്പം പ്രസിഡന്റ് ഒപ്പുവെക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് എല്ലാം ലെജിസ്ലേറ്റീവ് പവറിലാണ് വരുന്നത്. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രപതിയുടെ ലെജിസ്ലേറ്റീവ് പവറിലാണ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഫസ്റ്റ് പാർലമെന്റ് കൂടുമ്പോൾ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത് ഈ പറയുന്ന രാഷ്ട്രപതി ആയിരിക്കും. അതുപോലെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭ ആദ്യമായിട്ട് സമ്മേളിക്കുന്ന സമയത്തും അഭിസംബോധന ചെയ്യുന്നത് ആരായിരിക്കും? രാഷ്ട്രപതിയാണ്. അപ്പോൾ എല്ലാ വർഷവും ആദ്യത്തെ പാർലമെന്റ് സമ്മേളനം കൂടുന്ന സമയത്ത് ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ആദ്യ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ആ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഇതെല്ലാം രാഷ്ട്രപതിയുടെ ലെജിസ്ലേറ്റീവ് പവറിലാണ് വരുന്നത്, അധികാരത്തിലാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഓർഡിനൻസിനുള്ള അധികാരം എന്ന് പറയുന്നത്. അതായത് പാർലമെന്റിന്റെ ഇരുസഭകളോ ഏതെങ്കിലും ഒരു സഭയോ സമ്മേളിക്കാത്ത അവസരത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനായിട്ടുള്ള അവകാശം രാഷ്ട്രപതിക്കുണ്ട്. എന്താണ്? പാർലമെന്റിന്റെ ഇരുസഭകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയോ സമ്മേളിക്കാതിരിക്കുന്ന ഒരു അവസരം, ആ സമ്മേളിക്കാതിരിക്കുന്ന ഒരു അവസരത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ പറയുന്ന രാഷ്ട്രപതിക്കുണ്ട്. ഭരണഘടനയുടെ 123 ഭാഗത്തിലാണ് രാഷ്ട്രപതിയുടെ ഈ പറയുന്ന ഓർഡിനൻസ് പവറിനെ പറ്റി വ്യക്തമാക്കുന്നത്. ഒരു ഓർഡിനൻസിന്റെ സാധാരണ കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ, അതായത് ഒരു ഓർഡിനൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. പാർലമെന്റ് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ പാർലമെന്റ് പരിഗണിക്കാത്ത ഒരു ഓർഡിനൻസിന്റെ പരമാവധി കാലാവധി 6 മാസവും 6 ആഴ്ചയുമായിരിക്കും. അപ്പോൾ ഓർഡിനൻസ് നിലവിൽ വന്ന് ആ ഓർഡിനൻസ് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ പരിഗണിക്കാത്ത ഒരു പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഓർഡിനൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസവും 6 ആഴ്ചയുമാണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അപ്പൊ എന്താ ഓർഡിനൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെന്റിന്റെ ഇരുസഭകളോ ഏതെങ്കിലും ഒരു സഭയോ സമ്മേളിക്കാതിരിക്കുന്ന സമയത്ത് പാർലമെന്റ് സമ്മേളിക്കണം എന്ന് പറഞ്ഞ് ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് പുറപ്പെടുവിക്കാം. അപ്പോൾ ഓർഡിനൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. അപ്പൊ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന സമ്മേളനം കൂടണം. അത് നമ്മൾ ഈ പറയുന്ന നിയമനിർമ്മാണ വിഭാഗം പഠിച്ചു, പാർലമെന്റ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു, പാർലമെന്റ് 6 മാസത്തിലൊരിക്കൽ പാർലമെന്റ് ലോക്സഭയാണെങ്കിലും രാജ്യസഭയാണെങ്കിലും സമ്മേളനം വിളിച്ചു കൂട്ടണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ കൂടാൻ പാടില്ല. അപ്പൊ അങ്ങനെ കൂടാതിരിക്കുകയാണെങ്കിലാണ് രാഷ്ട്രപതിക്ക് ഈ പറയുന്ന ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളത്. അപ്പൊ അത് രാഷ്ട്രപതിയുടെ അധികാരത്തിൽ പെടുന്നതാണ്. ഇനി അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ മറ്റൊരു അധികാരമാണ് ഫിനാൻഷ്യൽ അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അധികാരം എന്ന് പറയുമ്പോൾ സാമ്പത്തിക അധികാരമാണ് ഫിനാൻഷ്യൽ അധികാരമായിട്ട് പറയുന്നത്. അതായത് രാഷ്ട്രപതി, ഇത് പഠിച്ചതാണ്, നമ്മൾ നിയമനിർമ്മാണ വിഭാഗത്തിൽ പഠിച്ചതാണ്. ഒരു മണി ബില്ല്, ആ മണി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണമെങ്കിൽ, അതായത് ധനബില്ല് എവിടെയാണ് അവതരിപ്പിക്കുന്നത്? മണി ബില്ല് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത്, അല്ലെ? അപ്പോൾ രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ധനബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം പാർലമെന്റിൽ ഒരു ധനബില്ല് അവതരിപ്പിക്കണമെങ്കിൽ അവിടെ രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ. അങ്ങനെ അവതരിപ്പിച്ചത് പാസ്സായി കഴിഞ്ഞാൽ അത് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന ലോക്സഭാ സ്പീക്കറാണ്. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ധനബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് അവതരിപ്പിക്കാനുള്ള അധികാരം കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന രാഷ്ട്രപതിയാണ്. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് റവന്യൂ വിതരണത്തിനായിട്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. അപ്പൊ എന്താ പറഞ്ഞത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് റവന്യൂ വിതരണത്തിനായിട്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഇതെല്ലാം രാഷ്ട്രപതിയുടെ ഫിനാൻഷ്യൽ അധികാരത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ മറ്റൊരു അധികാരമാണ് ജുഡീഷ്യൽ അധികാരം എന്ന് പറയുന്നത്. ഇപ്പൊ രാഷ്ട്രപതിയുടെ മറ്റൊരു അധികാരമാണ് ജുഡീഷ്യൽ അധികാരം. ജുഡീഷ്യൽ അധികാരം എന്താ? സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെ ജഡ്ജിമാര്, ഇവരെയൊക്കെ നിയമിക്കാനുള്ള അധികാരം ഈ പറയുന്ന രാഷ്ട്രപതിക്കാണ്. അത് രാഷ്ട്രപതിയുടെ ജുഡീഷ്യൽ അധികാരത്തിലാണ് വരുന്നത്.
അപ്പോൾ ആർട്ടിക്കിൾ 143 പ്രകാരം ഏത് വിഷയത്തിലും സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അത് നമ്മൾ സുപ്രീം കോടതിയെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞു. രാഷ്ട്രപതി എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ രാഷ്ട്രപതിക്ക് ഉപദേശം തേടണമെങ്കിൽ സുപ്രീം കോടതിയോട് ഉപദേശം തേടാം. അതുവരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും അല്ലെങ്കിൽ സുപ്രീം കോടതിയോട് തന്നെ രാഷ്ട്രപതിക്ക് ഉപദേശം തേടാം. ഇത് സുപ്രീം കോടതിയുടെ ഏത് അധികാരത്തിലാണ് വരുന്നത്? അഡ്വേഴ്സറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു അധികാരത്തിലാണ് വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതിയോട് അധികാരം ചോദിക്കാൻ അല്ലെങ്കിൽ ഉപദേശം ചോദിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ആർട്ടിക്കിൾ 124 പ്രകാരം രാഷ്ട്രപതിക്കുണ്ട്. അങ്ങനെ സുപ്രീം കോടതി അഡ്വൈസ് കൊടുത്ത് അല്ലെങ്കിൽ ഉപദേശം കൊടുത്ത് അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനും രാഷ്ട്രപതിക്ക് അവകാശമുണ്ട്. അത് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതെയും ഇരിക്കാം. അപ്പൊ ഈ അധികാരമാണ് ജുഡീഷ്യൽ അധികാരങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ രാഷ്ട്രപതിയുടെ ഏറ്റവും വലിയൊരു അധികാരമാണ് വീറ്റോ അധികാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം ഭരണഘടനയിൽ ആർട്ടിക്കിൾ 111 വീറ്റോ അധികാരത്തെ പറ്റി പറയുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാരത്തിൽ വരുന്നതാണ് വീറ്റോ അധികാരം. ഈ വീറ്റോ അധികാരം ആർട്ടിക്കിൾ 111 പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 3 വീറ്റോ അധികാരങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരമായിട്ടുള്ളത്. പോക്കറ്റ് വീറ്റോ, അതുപോലെ സസ്പെൻസീവ് വീറ്റോ, അതുപോലെ തന്നെ അബ്സല്യൂട്ട് വീറ്റോ പവർ. ഈ 3 വീറ്റോ പവർ ആണ് ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഉള്ളത്. അപ്പൊ ഏതൊക്കെ വീറ്റോ പവർ ആണ്? അബ്സല്യൂട്ട് വീറ്റോ, പോക്കറ്റ് വീറ്റോ, അതുപോലെ സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്ന 3 വീറ്റോ പവർ ആണ് ഈ പറയുന്ന ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രപതിക്കുള്ള വീറ്റോ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ വീറ്റോ പവർ എന്ന് പറയുന്നത് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു ബില്ലിന്റെ പാസ്സാകലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വീറ്റോ പവർ എപ്പോഴും വരുന്നത്. അപ്പൊ നമുക്ക് ഓരോ വീറ്റോ പവർ ആയിട്ട് നോക്കാം. അബ്സല്യൂട്ട് വീറ്റോ എന്താണ്? അബ്സല്യൂട്ട് വീറ്റോ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ല്, ഈ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ല്, ആ ബില്ല് പിന്നീട് എന്ത് ചെയ്യണം? ആ പാർലമെന്റ് ഇരുസഭകളും അംഗീകരിച്ച് ആ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോൾ മാത്രമേ ആ ബില്ല് നിയമമായിട്ട്, ആക്ട് ആയിട്ട് മാറത്തുള്ളൂ. അല്ലെങ്കിൽ അത് വെറും ഒരു കരട് രൂപരേഖ മാത്രമാണ്. കുറെ നിയമങ്ങളുടെ ഒരു കരട് രൂപരേഖ മാത്രമാണ്. അത് ആക്ട് ആയിട്ട് മാറണമെങ്കിൽ അല്ലെങ്കിൽ ബില്ലായിട്ട് മാറണമെങ്കിൽ അതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചേ മതിയാകും. അങ്ങനെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ല് ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ പവർ എന്ന് പറയുന്നത്. അതായത് ആ ബില്ല് പൂർണ്ണമായിട്ടും നിരസിക്കുന്ന ഒരു രീതിയല്ലേ. അതായത് ഇപ്പം ഒരു ബില്ല് ഒപ്പിട്ടാൽ മാത്രമേ അത് നിയമമായിട്ട് മാറത്തുള്ളൂ. അപ്പൊ രാഷ്ട്രപതി തീരുമാനിക്കുകയാണ് എനിക്കിതിൽ ഒപ്പിടാൻ പറ്റില്ല, അതായത് ഒപ്പിടാതിരിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒപ്പിടാതിരിക്കുന്നതോടുകൂടി ആ ബില്ല് പിന്നെ നിരസിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. അതായത് ഒരു ബില്ലിനെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്ന ഒരു രീതിയാണ് അബ്സല്യൂട്ട് വീറ്റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പോക്കറ്റ് വീറ്റോ ഉണ്ട്. ഈ പോക്കറ്റ് വീറ്റോയെ പറ്റി നമ്മൾ പറഞ്ഞതാണ്, എങ്കിലും പറയാണ്. പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത് ഒരു ബില്ല് ഇതുപോലെ എന്താണ് പാർലമെന്റ് പാസ്സാക്കുന്നു, രാഷ്ട്രപതിക്ക് വേണ്ടി ഒപ്പിടാനായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബില്ല് ഒപ്പിടാതെ കുറച്ചു കാലത്തേക്ക് നീട്ടി വെക്കുകയാണ്, തന്റെ കൈവശം വെക്കുകയാണ്. ഞാൻ പറഞ്ഞു, മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പോക്കറ്റ് വീറ്റോ പഠിച്ചപ്പോൾ പറഞ്ഞു പോക്കറ്റ് വെച്ചിരിക്കുകയാണ്, ഉപയോഗിക്കാതെ പോക്കറ്റ് വെച്ചിരിക്കുകയാണ്, പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്താലേ അത് നിയമമായിട്ട് മാറുള്ളൂ എന്നൊക്കെ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ബില്ല് രാഷ്ട്രപതി ഒപ്പിടാതെ ഇങ്ങനെ കുറേ കാലത്തേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നുമില്ല, വേണ്ടാന്നും വെക്കുന്നില്ല, എങ്കിൽ ഒന്നും പറയുന്നുമില്ല. അങ്ങനെ കുറെ നാളത്തേക്ക് അത് കൈവശം വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബില്ല് ഒപ്പിടാതെ അനിശ്ചിത കാലത്തേക്ക് കൈവശം വെക്കാനുള്ള രാഷ്ട്രപതിയുടെ ഈ അധികാരത്തെയാണ് പോക്കറ്റ് വീറ്റോ അധികാരം എന്ന് പറയുന്നത്. അപ്പൊ ബില്ല് പ്രസിഡന്റ് ഒപ്പുവെക്കാതെ ആ ബില്ല് കയ്യിൽ തന്നെ വെച്ച് കാലതാമസം നേരിടുകയാണ്. കാലതാമസം വയ്ക്കാം. അപ്പൊ കാലതാമസം വെക്കുന്ന ആ ഒരു രീതിയാണ് ഈ പറയുന്ന പോക്കറ്റ് വീറ്റോ അധികാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ പോക്കറ്റ് വീറ്റോ അധികാരം എന്ന് പറയുന്നത് ഉപയോഗിച്ച ആദ്യ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. പോക്കറ്റ് വീറ്റോ അധികാരം ഉപയോഗിച്ച ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. അദ്ദേഹം 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലുണ്ട്, ആ ബില്ല് ഇത്തരത്തിൽ പോക്കറ്റ് വീറ്റോ അധികാരം പ്രയോജനപ്പെടുത്തിയതാണ്. 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിന്മേൽ പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്തൊരു വീറ്റോ പവർ കൂടി ഉണ്ട്. അത് പഠിക്കാം. സസ്പെൻസീവ് വീറ്റോ പവർ. അതായത് സസ്പെൻസീവ് വീറ്റോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബില്ല് പാർലമെന്റിന്റെ പുനഃപരിശോധനയ്ക്ക് അയക്കാൻ പറ്റും രാഷ്ട്രപതിക്ക്. അതായത് വീണ്ടും പാർലമെന്റ് ഒന്നുകൂടി പരിശോധിക്കാനായിട്ട് അയക്കാം. അതാണ് ഈ പറയുന്ന സസ്പെൻസീവ് വീറ്റോ പവർ എന്ന് പറയുന്നത്. അതായത് ഒരു ബില്ല് പാർലമെന്റിന്റെ പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വീറ്റോ പവറാണ് ഈ പറയുന്ന സസ്പെൻസീവ് വീറ്റോ പവർ എന്ന് പറയുന്നത്. അതായത് ആ ബില്ല് തിരിച്ചയക്കുകയാണ്, പാർലമെന്റിലേക്ക് തിരിച്ചയക്കുകയാണ്. അപ്പൊ അങ്ങനെ അയക്കാൻ, പുനഃപരിശോധനയ്ക്കായി അയക്കാനുള്ള ഈ പറയുന്ന രാഷ്ട്രപതിയുടെ ആ ഒരു വീറ്റോ പവറാണ് സസ്പെൻസീവ് വീറ്റോ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
ഇപ്പൊ രാഷ്ട്രപതി ഒരു ബില്ല്, ആ ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കുന്നു, ഒപ്പിടാനായിട്ട് രാഷ്ട്രപതിക്ക് അയക്കുന്നു. രാഷ്ട്രപതി ഈ പറയുന്ന 3 വീറ്റോകളും ഉപയോഗിക്കാം. ഒന്നുകിൽ അബ്സല്യൂട്ട് വീറ്റോ നടത്താം, അല്ലെങ്കിൽ പോക്കറ്റ് വീറ്റോ പവർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സസ്പെൻസീവ് വീറ്റോ പവർ ഉപയോഗിക്കാം. ഇനി രാഷ്ട്രപതി ഇങ്ങനെ ഉപയോഗിച്ച് പാർലമെന്റ് പാസ്സാക്കിയ ആ ബില്ല് രാഷ്ട്രപതി എന്ത് ചെയ്യാണ്, അംഗീകരിക്കാൻ സമർപ്പിക്കുമ്പോൾ അത് ഒപ്പിടാതെ വീണ്ടും തിരിച്ച് അയക്കുകയാണ്. വീണ്ടും തിരിച്ചയക്കാനായിട്ട് പറ്റും. വീണ്ടും തിരിച്ച് പാർലമെന്റിലേക്ക് തിരിച്ചയക്കാം. അങ്ങനെ തിരിച്ചയച്ച ബില്ല് വീണ്ടും പാർലമെന്റിന്റെ സഭകൾ അംഗീകരിച്ച്, അല്ലെങ്കിൽ സഭകൾ വീണ്ടും പുനഃപരിശോധിച്ച് വീണ്ടും രാഷ്ട്രപതിയുടെ ടേണിലേക്ക് എത്തണം. അപ്പൊ രണ്ടാമത് രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ അതിൽ പിന്നെ രാഷ്ട്രപതി ഒപ്പുവെച്ചേ പറ്റൂ. ആ സമയത്ത് ഈ പറയുന്ന വീറ്റോ പവറുകൾ ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ എന്താ പറഞ്ഞത്, ഒരു ബില്ല് പാർലമെന്റ് പാസ്സാക്കി ഈ പറയുന്ന രാഷ്ട്രപതിക്ക് ഒപ്പിടാനായിട്ട് അയച്ചു. അപ്പൊ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം, തിരിച്ചയക്കാം. തിരിച്ച് വീറ്റോ പവർ ഒക്കെ ഉപയോഗിക്കാം, അതിനോടൊപ്പം തന്നെ തിരിച്ചയക്കാം. അപ്പൊ തിരിച്ചയക്കുന്ന സമയത്ത് വീണ്ടും പാർലമെന്റ് ഇത് പുനഃപരിശോധന നടത്തിയിട്ട് വീണ്ടും ഇത് പാസ്സാകേണ്ട ബില്ലാണെന്ന് തോന്നി വീണ്ടും രാഷ്ട്രപതിക്ക് ഈ ബില്ല് പാസ്സാക്കി അയക്കുകയാണെങ്കിൽ ആ സമയത്ത് രണ്ടാമത് രാഷ്ട്രപതിയിലേക്ക് എത്തുന്ന ബില്ലാണെങ്കിൽ ആ സമയത്ത് ആ ബില്ല് ഒപ്പിട്ടേ മതിയാകൂ. അങ്ങനെ ഒപ്പിടാനുള്ള ബാധ്യത ആർക്കുണ്ട്, രാഷ്ട്രപതിക്ക് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ധനകാര്യ ബില്ലിന്മേൽ, അതായത് മണി ബില്ലിന്മേൽ ഈ പറയുന്ന പോക്കറ്റ് വീറ്റോ പവർ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ പോക്കറ്റ് വീറ്റോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പിടാതെ കുറച്ചു കാലത്തേക്ക് കൈവശം വെക്കാനുള്ള അധികാരമാണ്. അനിശ്ചിത കാലത്തേക്ക് ഈ പറയുന്ന ബില്ല് കൈവശം വെക്കാനുള്ള അധികാരമാണ്. ഈ പോക്കറ്റ് വീറ്റോ പവർ മണി ബില്ലിന്മേൽ, അതായത് ധനബില്ലിന്മേൽ പ്രയോഗിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ഇല്ല. നമ്മൾ മണി ബില്ല് പഠിച്ച സമയത്ത് ഈ പോക്കറ്റ് വീറ്റോ അധികാരവും പറഞ്ഞതാണ്. അതുപോലെ തന്നെ അടുത്ത രാഷ്ട്രപതിയുടെ അധികാരത്തിലേക്ക് പോവുകയാണ്, പൊതുമാപ്പ് കൊടുക്കാനുള്ള അവകാശം. അതായത് പൊതുമാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാപ്പ് കൊടുക്കുക എന്നുള്ള അധികാരം ആർക്കുണ്ട്, ഈ പറയുന്ന രാഷ്ട്രപതിക്കുണ്ട്. മാപ്പധികാരം അഥവാ പാർഡനിങ് പവർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മാപ്പധികാരം അഥവാ ഒരു പൊതുമാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ പാർഡനിങ് പവർ ഈ പറയുന്ന രാഷ്ട്രപതിക്കുണ്ട്. എന്താണെന്ന് പഠിക്കാം. ഇത് ആർട്ടിക്കിൾ 71 രാഷ്ട്രപതിയുടെ ഈ പാർഡനിങ് പവറിനെ പറ്റി പറയുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു കുറ്റവാളിക്ക് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ എന്ത് ചെയ്യും, ശിക്ഷ വിധിക്കും. അപ്പോൾ ഒരു കുറ്റവാളിക്ക് സുപ്രീം കോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ ഏതൊരു കോടതിയും നൽകുന്ന ശിക്ഷയുണ്ട്. അപ്പൊ ആ ശിക്ഷ, അത് വധശിക്ഷ ആയാലും ഏതൊരു ശിക്ഷയായാലും ആ ശിക്ഷ ഇളവ് ചെയ്യാനും അതിന് മാപ്പ് നൽകാനും ഉള്ള അധികാരം ആർക്കുണ്ട്, രാഷ്ട്രപതിക്കുണ്ട്. അപ്പൊ രാഷ്ട്രപതി ഇടപെട്ട് വധശിക്ഷ പോലും ഇളവ് ചെയ്യാനുള്ള അധികാരമുണ്ടെന്നാണ് പറയുന്നത്. അതായത് സുപ്രീം കോടതിയോ ബാക്കിയുള്ള ഏത് കോടതിയോ ഏത് തരത്തിലുള്ള വിധി നടപ്പിലാക്കപ്പെട്ടാലും ആ വിധിയിന്മേൽ മാപ്പ് അപേക്ഷിക്കാനോ അല്ലെങ്കിൽ ആ വിധിയിന്മേൽ ഇളവ് വരുത്താനോ ഉള്ള അധികാരം ആർക്കുണ്ട്, രാഷ്ട്രപതിക്കുണ്ട്. അപ്പൊ ആ അധികാരമാണ് രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് നൽകുന്നതിനുള്ള അവകാശം അല്ലെങ്കിൽ മാപ്പധികാരം അല്ലെങ്കിൽ പാർഡനിങ് പവർ എന്ന് പറയുന്നത്. അതായത് സംസ്ഥാനങ്ങളിലെ നിയമത്തിന്റെ പരിധിയിലുള്ള ഏത് ശിക്ഷയും, അതായത് വധശിക്ഷ ഒഴികെ നിർത്തിവെക്കാനോ ഇളവ് ചെയ്യാനോ മാപ്പ് നൽകാനോ ഉള്ള അധികാരം ഇതുപോലെ തന്നെ ഗവർണർക്കും ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്, ഒരു സംസ്ഥാന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഒരു ശിക്ഷ, അതായത് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷ, അത് പക്ഷെ വധശിക്ഷ ഒഴിച്ച് ബാക്കി ഏതും, അപ്പോൾ അങ്ങനെയുള്ളത് നിർത്തിവെക്കാനും ഇളവ് ചെയ്യാനും മാപ്പ് നൽകാനും ഒക്കെ ഉള്ള അധികാരം അതത് സംസ്ഥാന ഗവർണർക്ക് ഉണ്ട്. സംസ്ഥാന ഗവർണർക്കുണ്ട്. എന്നാൽ രാഷ്ട്രപതിക്ക് ഇതെല്ലാം കൂടി ചേർത്ത് വധശിക്ഷ ഉൾപ്പെടെ ഉള്ളത് നിർത്തിവെക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക, സംസ്ഥാന ഗവർണർക്കും ഈ മാപ്പധികാരമുണ്ട്. അത് ഗവർണർ പഠിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി എടുത്ത് പഠിക്കും. പക്ഷേ ഈ പറയുന്ന ഗവർണറെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷയ്ക്ക് ഇളവ് വരുത്താനായിട്ട് പറ്റില്ല. അതുപോലെ രാഷ്ട്രപതിയിലേക്ക് തിരിച്ചു വരികയാണ്, പട്ടാള കോടതി ശിക്ഷ വിധിക്കപ്പെട്ട കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതിനുള്ള അധികാരവും രാഷ്ട്രപതിക്കുണ്ട്. എന്നാൽ അത് ഗവർണർക്ക് ആ അധികാരം ഇല്ല. അപ്പോൾ പട്ടാള കോടതികൾ ശിക്ഷ വിധിക്കാറുണ്ടല്ലോ, അപ്പൊ ആ ശിക്ഷയ്ക്ക് പോലും കുറ്റവാളികൾക്ക് മാപ്പ് നൽകാനുള്ള അധികാരം ആർക്കുണ്ട്, ഈ പറയുന്ന രാഷ്ട്രപതിക്കുണ്ട്. അപ്പൊ ഇതാണ് രാഷ്ട്രപതിയുടെ മാപ്പധികാരം എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രപതിയുടെ അടുത്ത അധികാരമാണ് ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ എന്ന് പറയുന്നത്. അതായത് അന്താരാഷ്ട്ര ഉടമ്പടികൾ എല്ലാം നടത്തുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്. എന്നാൽ അവയ്ക്ക് അംഗീകാരം നൽകുന്നത് പാർലമെന്റും കൂടി ചേർന്നാണ്. പക്ഷേ അന്താരാഷ്ട്ര ഉടമ്പടികൾ എല്ലാം നടക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണെന്ന് മാത്രം. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നതും വിവിധ രാജ്യങ്ങളിലെ അംബാസിഡർമാർ, ഹൈക്കമ്മീഷണർമാർ എന്നിവരെ അയക്കുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ രാഷ്ട്രപതിയുടെ ഡിപ്ലോമാറ്റിക് അധികാരത്തിൽ പെടുന്നതാണ് ഇവ രണ്ടും. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുക, അതുപോലെ വിവിധ രാജ്യങ്ങളിലെ അംബാസിഡർമാർ, ഹൈക്കമ്മീഷണർമാർ എന്നിവരെ അയക്കുന്നതും രാഷ്ട്രപതിയാണ്. നമ്മൾ നേരത്തെ നിയമിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്, ഈ പറയുന്ന അംബാസിഡർമാരെയും ഹൈക്കമ്മീഷണർമാരെയും ഒക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഉടമ്പടികൾ എല്ലാം നടത്തുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്. അതുപോലെ രാഷ്ട്രപതിക്ക് മിലിറ്ററിയുടെ അധികാരങ്ങളുണ്ട്. അതായത് ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വ സൈന്യാധിപനാണ് ആരെന്ന് പറയുന്നത്,
രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പൊ മിലിറ്ററി അധികാരം തന്നെ അതാണ്. രാഷ്ട്രപതിയാണ് ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വസൈന്യാധിപൻ എന്ന് പറയുന്നത്. നമുക്ക് കര, വ്യോമ, നാവിക സേനയുണ്ട്. അപ്പൊ നമ്മുടെ ഈ കര, വ്യോമ, നാവിക സേനയുടെ തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. കര, വ്യോമ, നാവിക സേനയുടെ തലവൻ ആര് തന്നെയാണ്? ആ രാഷ്ട്രപതിയാണ് കര, വ്യോമ, നാവിക സേനയുടെ തലവൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ മറ്റൊരു ചുമതലയാണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറയുന്നത്. അതായത് അത്യാവശ്യ നിയമം മേക്ക് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ പറയുന്ന രാഷ്ട്രപതിക്കുണ്ട്. അതായത് ഓർഡിനൻസ് മേക്കിംഗ് പവർ. എന്താണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ? ഒരു നിയമം രാഷ്ട്രപതി അംഗീകരിക്കുന്നു. അപ്പം അല്ലെങ്കിൽ ഒരു നിയമം രാഷ്ട്രപതിയായിട്ട് ഉണ്ടാക്കുകയാണ്. ഒരു നിയമം രാഷ്ട്രപതിയായിട്ട് ഉണ്ടാക്കി അംഗീകരിക്കുകയാണ്. ആ നിയമം 6 മാസത്തിനകം പാർലമെന്റ് കൂടി അംഗീകരിച്ചാൽ അത് നിയമമായിട്ട് മാറും. ഒരു കാര്യം, ഒരു നിയമമായിട്ടുള്ള ഒരു കാര്യം രാഷ്ട്രപതിയായിട്ട് അംഗീകരിക്കുകയാണ്. അപ്പൊ ആദ്യം രാഷ്ട്രപതി അംഗീകരിക്കുന്നു. ആ നിയമം 6 മാസത്തിനകം പാർലമെന്റ് കൂടി അംഗീകരിച്ചാൽ എന്ത് ചെയ്യും? അത് നിയമമായിട്ട് മാറും. ഇനി അഥവാ ഈ പറയുന്ന രാഷ്ട്രപതി കൊണ്ടുവരുന്ന ചില അത്യാവശ്യ ഓർഡിനൻസുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഓർഡിനൻസ് രാഷ്ട്രപതി അംഗീകരിക്കുകയാണ്. പക്ഷെ അത് പാർലമെന്റ് ഈ 6 മാസത്തിനുള്ളിൽ പാർലമെന്റ് അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് അസാധുവായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള കഴിവ്, അതായത് ഒരു ഓർഡിനൻസിനെ നിയമമാക്കി മാറ്റി ആദ്യം അംഗീകരിച്ച് അത് പിന്നീട് പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി നിയമമാക്കി മാറ്റാനുള്ള കഴിവ് ഈ പറയുന്ന ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. അതാണ് അത്യാവശ്യ നിയമം, അതായത് ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ മറ്റൊരു അധികാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം. ഈ അടിയന്തരാവസ്ഥ എന്നുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് അടിയന്തരാവസ്ഥയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് ഒന്ന് കാണുക. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അവകാശം രാഷ്ട്രപതിക്കാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അവിടെ പിന്നീട് ഏത് ഭരണമായിട്ട് മാറും? രാഷ്ട്രപതി ഭരണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലും ഈ പറയുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അടിയന്തരാവസ്ഥ, അതായത് എമർജൻസീസ് എന്നുള്ള ഒരു ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണുക. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്നുള്ളൊരു ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പവറാണ്, രാഷ്ട്രപതിയുടെ പവറാണ്. അതൊക്കെ പഠിച്ചിരിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ഏകദേശം 2 ക്ലാസ്സുകളിലായിട്ടാണ് രാഷ്ട്രപതി നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ അടുത്തടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ ഈ പറയുന്ന ബാക്കിയുള്ള കാര്യനിർവഹണ വിഭാഗത്തിലെ ബാക്കിയുള്ള ആൾക്കാരെ കൂടി നമ്മൾ പഠിക്കും. ഈ പറയുന്ന വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പറയുന്ന ടോപ്പിക്കിന്റെ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ഭാഗത്തെ ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് വരാം. താങ്ക്